സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതി ആഘോഷത്തോടുകൂടി ഇടതു മുന്നണി എഴുന്നള്ളിച്ച കാരാട്ട് ഫൈസലിന് ഗൗതം വളരെ കൃത്യമായ രാഷ്ട്രീയ സന്ദേശമാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പല കോട്ട കൊത്തളങ്ങളും തകർന്നടിയുന്നു. ഈ ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. മുനമ്പത്തെ ജനത വളരെ കൃത്യമായ സന്ദേശം നൽകിയിരിക്കുന്നു. മൂന്നാം സ്ഥാനത്ത് LDF. ഈ സമര പ്രഹസനം നടത്തിയ UDF-നെയും തള്ളിയിരിക്കുകയാണ്. ഫെനിനൈനാൻ തോറ്റിരിക്കുന്നു. അപ്പോൾ ജനങ്ങൾ കൃത്യമായി ചിന്തിക്കുന്നുണ്ട്. തലസ്ഥാനത്ത് എന്തായാലും തീ പാറുകയാണ് അല്ലെ പോരാട്ടം. തലസ്ഥാനത്ത് തീ പാറുന്നു. നിലവിലുള്ള സീറ്റുകൾ പിടിച്ചടക്കി മറ്റ് സീറ്റുകൾ പിടിക്കാൻ ശ്രമിച്ചും മുന്നേറുന്നു. ഏതായാലും ഏറ്റവും പുതിയ വാർത്ത, BJP-യുടെ ലീഡ് നില 17ലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 17-16 ഒപ്പത്തിനൊപ്പമുള്ള മത്സരം തിരുവനന്തപുരം കോർപ്പറേഷനിലാണ്. UDF പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് മൂന്നാം സ്ഥാനത്തേക്ക്. പാലക്കാട് നഗരസഭയിലെ വാർത്ത, NDA 6, LDF 5, UDF 5. പാലക്കാട്ടും നഗരസഭയിൽ BJP മുന്നിൽ നിൽക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ പാറോപ്പടി ഹരീഷ് പൊറ്റങ്ങാടി ജയിച്ചിരിക്കുകയാണ്. NDA സ്ഥാനാർത്ഥി. UDF-ന്റെ മേയർ സ്ഥാനാർത്ഥി PM നിയാസിനെയാണ് തോൽപ്പിച്ചിരിക്കുന്നത്. ഒപ്പം കാസർഗോഡ് നിന്നും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേഷൻ, നീലേശ്വരം മുനിസിപ്പാലിറ്റിയിൽ NDA അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് ആണ്. കാരണം നീലേശ്വരം CPM-ന്റെ ഒക്കെ പരമ്പരാഗത ശക്തി കേന്ദ്രമാണ്. ഒപ്പം ലീഗിനുമൊക്കെ സ്വാധീനമുണ്ടായിരുന്ന BJP-ക്ക് കാര്യമായ മുന്നേറ്റമൊന്നും മുൻപില്ലാത്ത സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ BJP അക്കൗണ്ട് തുറന്നിരിക്കുന്നത്, നീലേശ്വരം മുനിസിപ്പാലിറ്റി. മഞ്ചേരി നഗരസഭയിൽ അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് BJP. മഞ്ചേരി മേലാക്കമ്പാടിൽ BJP സ്ഥാനാർത്ഥി ശ്രീകാന്ത് വിജയിച്ചിരിക്കുകയാണ്. LDF-നെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട് ശിവദാസ് കന്മനത്തിന്റെ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. മഞ്ചേരി നഗരസഭയിൽ BJP അക്കൗണ്ട് തുറക്കുന്നു. കൊല്ലത്ത് നിന്നുള്ള അപ്ഡേറ്റ് വരുന്നു. പോരുവഴി ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡ് NDA സ്ഥാനാർത്ഥി കലാ രജീഷ് വിജയിച്ചു എന്നുള്ള വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ തിരുവൻമണ്ടൂരിലേക്ക് പോകാം. തിരുവൻമണ്ടൂർ BJP 3 സ്ഥലത്ത് ലീഡ് ചെയ്യുകയാണ്. തിരുവൻമണ്ടൂരിന്റെ പ്രത്യേകത, BJP കഴിഞ്ഞ തവണ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് LDF-ഉം UDF-ഉം ഒരു സ്വതന്ത്രനെ പഞ്ചായത്ത് പ്രസിഡന്റാക്കി BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയ സ്ഥലമാണ്. അങ്ങനെയുള്ള തിരുവൻമണ്ടൂരിൽ 3 വാർഡുകളിൽ അവിടുത്തെ ഗ്രാമപഞ്ചായത്തിൽ BJP ലീഡ് ചെയ്യുന്നു. ആലപ്പുഴയിലെ BJP-യുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് തിരുവൻമണ്ടൂർ. അവിടുത്തെ ബ്ലോക്കിലും BJP ലീഡ് ചെയ്യുകയാണ്. ആലപ്പുഴ നഗരസഭയിലെ 5ാം വാർഡിൽ NDA സ്ഥാനാർത്ഥി മുന്നേറുന്ന വാർത്ത. കോഴിക്കോടും ശ്രദ്ധേയമായ പ്രകടനം ആണ് BJP NDA സ്ഥാനാർത്ഥികൾ കാഴ്ചവെക്കുന്നത്. LDF-ഉം UDF-ഉം പോരാടുകയാണെങ്കിൽ അവിടെ NDA നല്ല ശക്തമായ മത്സരം കാഴ്ചവെച്ച 7 വാർഡുകളിൽ മുന്നിട്ട് നിൽക്കുന്ന വാർത്തയാണ് വരുന്നത്. അക്കൗണ്ട് തുറക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഗൗതം, മേപ്പാടി പഞ്ചായത്തിൽ അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് BJP. 2ാം വാർഡിൽ AB വിനോദൻ വിജയിച്ചിരിക്കുന്നു. വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്താണ് BJP, അതായത് കാര്യമായ സ്വാധീനമില്ലാത്ത മേഖലകളിലേക്ക് BJP കടന്നു. LDF-ഉം UDF-ഉം വീതം വെച്ചിരുന്ന പഞ്ചായത്തുകളിലും മേഖലയിലുമാണ്. കൊല്ലം കോർപ്പറേഷനിൽ LDF-ന്റെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കുരീപ്പുഴ, കാവനാട്, പള്ളിമുക്ക് തുടങ്ങിയ വാർഡുകൾ LDF-ൽ നിന്ന് UDF പിടിച്ചെടുത്തിരിക്കുകയാണ്. രസകരമായ മറ്റൊരു വാർത്ത, ജോസ് കെ മാണിയുടെ വാർഡിൽ UDF വിജയിച്ചിരിക്കുന്നു. പാലാ നഗരസഭയിലെ 22ാമത്തെ വാർഡാണ് ജോസ് കെ മാണിയുടെ വാർഡാണ്. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രജിത പ്രകാശാണ് വിജയിച്ചിരിക്കുന്നത്. 55 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. മനോജ് ചേരുകയാണ് കൊല്ലത്ത് നിന്ന്. മനോജ് M, കൊല്ലത്ത് നിന്നുള്ള ഏറ്റവും പുതിയ വാർത്ത, ഇടത് കോട്ടകൾ തകരുന്നു എന്നാണോ? മനോജ് പറയൂ. ഇടത് കോട്ടകൾ തകരുന്നു, BJP പലയിടത്തും അക്കൗണ്ട് തുറക്കുന്നു. മനോജ്. കൊല്ലത്ത് ഇപ്പോൾ LDF-ന്റെ സീറ്റുകൾ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ NDA പുതിയ സീറ്റുകൾ കൂടെ പിടിക്കുന്നു എന്നുള്ളതും. ശക്തികുളങ്ങര ഡിവിഷനിൽ NDA സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ കൊല്ലം കോർപ്പറേഷനിലോട്ടുണ്ട്. ഇപ്പോൾ അതിലും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കൊല്ലത്തെ തന്നെ ഒരു ചെങ്കോട്ടയായി കൊണ്ട് നടന്ന കടക്കലിൽ BJP വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കടക്കൽ വടക്കേ വയലിൽ സ്ഥാനാർത്ഥിയായി അനുപമ വിജയിച്ചു. നിരവധി ഭീഷണികളൊക്കെ ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്. അതിന് ശേഷമാണ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ വരെ ഈ വിഷയത്തിൽ പരാതിയുമായി മുന്നോട്ട് വന്നിരുന്നു. അതായത് CPM-ന്റെ നിരന്തരമായിട്ടുള്ള ഒരു ഭീഷണിയുള്ള സ്ഥലമായിരുന്നു ഈ കടക്കൽ. അവിടെ തന്നെ BJP വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പരവൂരിൽ 3 സീറ്റിൽ BJP വിജയിച്ചതായാണ് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിലടക്കം BJP സീറ്റുകൾ നേടുന്നുണ്ട്. എന്തായാലും കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നഗരപരിധിയിൽ LDF-ന് മൃഗീയ ഭൂരിപക്ഷമായിരുന്നു കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ സീറ്റുകൾ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിൽ UDF-ന് കൂടുതൽ ഗുണം
ചെയ്യുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് LDFന്റെ തന്നെ സിറ്റിംഗ് സീറ്റുകളിൽ പലതും UDF വിജയിക്കുന്നു. അത്തരത്തിലൊരു അന്തർധാര എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം LDFന്റെ പ്രവർത്തകർ UDFന് വോട്ട് ചെയ്തോ എന്നുള്ളതും സംശയമാണ്. കാരണം അത്രയധികം CPMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നാണ് അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇനി വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ചിത്രം ലഭ്യമാകും. അതായത് കൊല്ലം കോർപ്പറേഷനിൽ ആരാണ് ഭരണത്തിലേറുക എന്നുള്ളതിനെ പറ്റി ഒരു കൃത്യമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് നോക്കുമ്പോൾ ജില്ലാ പഞ്ചായത്തിലും NDAക്ക് ഒരിടത്ത് ലീഡുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു വിവരം നമുക്ക് അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ വരുന്ന വിവരം നെടുവത്തൂർ പഞ്ചായത്തിലെ 2ാം വാർഡ് അത് 4ാം തവണയും BJP വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും അതായത് ഭരിച്ച വാർഡുകളൊക്കെ തന്നെ വീണ്ടും വിജയിക്കുന്ന ഒരു സാഹചര്യമാണ് NDA സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ കോർപ്പറേഷൻ പരിധിയിലുള്ള തേവള്ളി ഡിവിഷനിലെ വോട്ടെണ്ണലാണ് ഇപ്പോൾ നടക്കുന്നത്. തേവള്ളി BJPയെ സംബന്ധിച്ചിടത്തോളം